ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇടതുപക്ഷം എടുത്തു പറഞ്ഞാൽ CPM അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തി. രാജ്യസഭാ സീറ്റ് തൊട്ട് ഇങ്ങോട്ട് ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം വരെ ആ പ്രീണനം തുടർന്നു. അങ്ങനെ ഈഴവ വിഭാഗങ്ങളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളെല്ലാം പാർട്ടിയിൽ നിന്ന് അകന്നു. രാഷ്ട്രീയ യോഗങ്ങളൊക്കെ മതയോഗങ്ങളാക്കി മാറ്റി. ഈ വിമർശിക്കുന്നത് എല്ലാം CPI ആണ്. അതിരുവിട്ട പ്രീണനത്തിൽ ഇടതുപക്ഷത്തിന് പൊള്ളിയിട്ടുണ്ട് എന്ന് CPI തന്നെ പറയുമ്പോൾ വിമർശനം വരുന്നത് അകത്തു നിന്നാണ്. അതെങ്ങനെയാണ് കാണുക? അതിൽ കാര്യമൊന്നുമില്ല. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് മന്ത്രിസഭ എടുത്തു നോക്കാം. മന്ത്രിസഭയിൽ 1.5 മന്ത്രിയാ, അതായത് അരമന്ത്രി അബ്ദുറഹ്മാൻ, സ്പോർട്സ് മാത്രം പന്ത് കളിച്ചുകൊണ്ടിരിക്കുക അത്ര തന്നെ. പിന്നെ മന്ത്രിയുള്ളത് മുഹമ്മദ് റിയാസാണ്. അപ്പം മന്ത്രിസഭയിൽ 10-20 മന്ത്രിമാരുണ്ടാകുമ്പോൾ എത്ര മന്ത്രിയുണ്ട് മുസ്ലിം? അതില്ല. അപ്പം അത് പോയി. MLA-മാരുടെ എണ്ണം നോക്കിക്കോ, അവിടെയും കൂടുതൽ ജനസംഖ്യ ആനുപാതികമാണോ അല്ലെന്നുള്ള നമ്മളിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രീണനം എന്ന് പറഞ്ഞത്. പിന്നെ ആകെ വന്നിരിക്കുന്നത് രാജ്യസഭ. അപ്പോൾ രാജ്യസഭയിൽ 5 വന്നു എന്നുള്ളതാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകസഭയിലോ ആ കണക്കിൽ ലോകസഭയിൽ 27% സമുദായത്തിന് എത്ര പേര് വേണം? 5-6 ഇടയിലുണ്ട്. അതിന് പകരമായിട്ട് 3 പേരല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രീണനം നടന്നിട്ടില്ല. പിന്നെ പ്രീണനം നടന്നു എന്നൊരു തോന്നൽ വരാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞേക്കാം. അത് കുറച്ചൊരു അതിര കഴിഞ്ഞൊരു ഉത്സവത്തോട് കൂടിയിട്ട് ഈ CAA സമരവും പലസ്തീൻ സമരവും ഏറ്റെടുത്തല്ലോ. അതിൽ ആ സമയത്താണ് പ്രീണനം എന്നുള്ളത് വാക്ക് തോന്നി തുടങ്ങാൻ കാരണം. അതിൽ കാര്യമില്ല. കാരണം ഇടതുപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM അല്ല, ഇടത് പ്രസ്ഥാനങ്ങൾ സ്റ്റാലിന്റെ കാലഘട്ടം തൊട്ട് തന്നെ ഈ പലസ്തീൻ വിഷയത്തിൽ അവർക്ക് ഒരേ സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് അനുസരിച്ചിട്ട് തന്നെ അവർ നിന്നിട്ടുള്ളൂ. CAA വിഷയത്തിലും കോൺഗ്രസും ബാക്കിയുള്ള എല്ലാ RJDയും JDU ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഇവർ CPM എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു പ്രീണനം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കൂടി ഇനി അപ്പുറത്തുള്ള വശം കൂടെ പറയണമല്ലോ. അനാവശ്യമായിട്ട് ഈ മത സംഘടനകളുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടുക, അതിന്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഇപ്പം സമസ്തനെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ മുജാഹിദിനെ കയ്യിലെടുക്കാനോ അത് ആര് നോക്കിയിട്ടും കാര്യമില്ല. അവർ നോക്കേണ്ട, അതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാവും. അതേമാതിരി തന്നെ അജണ്ടയുള്ള മതസാമുദായിക ഈ വെള്ളാപ്പള്ളി നടേശന്റെ മറ്റൊരാൾ ആരെങ്കിലും കൊണ്ടുവന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചെയർമാനാക്കുമോ? എന്ത് ബന്ധമാണ് അയാൾക്ക് നവോത്ഥാനമായിട്ടുള്ളത്? അദ്ദേഹം ഈ SNDP യോഗം പിടിച്ചെടുത്തു എന്നല്ലാതെ പിന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെ പീഡനം നടക്കണ്ടെന്ന് അദ്ദേഹം വെള്ളാപ്പള്ളിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇടതുപക്ഷത്തെ രണ്ടാമത്തെ വലിയ കക്ഷി CPI ഇത് ആവർത്തിച്ചു പറയുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം, ഇതിനൊരു പ്രതിഷേധം വരുന്നു, യോഗം വരുന്നു. ഇതൊക്കെ മതയോഗമാക്കി മാറ്റി, മതമേധാവികൾക്ക് പ്രാധാന്യം നൽകി. അത് ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ നിലപാടിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് എന്ന രീതിയിൽ കൂടി CPI പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി പറയുന്ന അവിടെ നിൽക്കട്ടെ. അല്ല, CPI എവിടെ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയാം, ഇതേ പ്രശ്നം CPIക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു മന്ത്രിസഭയിൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, VS അച്യുതാനന്ദൻ മന്ത്രിസഭയാണ്, അവിടെ വലിയ വിമർശനം വന്നല്ലോ, എല്ലാ മന്ത്രിമാരും ഈഴവരാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മന്ത്രിമാരെയൊക്കെ എടുത്തു നോക്കിയിട്ട് ഈ നായർ മറ്റേ മറിച്ച് എന്ന് പറഞ്ഞിട്ട് അത് വെള്ളാപ്പള്ളിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞ എന്താ, CPM-ൽ നിറയെ നായന്മാർ മന്ത്രിമാരാണ്, ഈഴവ മന്ത്രിമാരില്ല എന്ന്. അതാണല്ലോ ഇപ്പം മുസ്ലിം പ്രീണനം മാത്രം പറ്റില്ല. പ്രീണനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളും നടത്തിയിട്ടുള്ള അപ്പോയിന്റ്മെന്റും കാര്യങ്ങളും നോക്കിയിട്ട് അത് പ്രീണനമാണോ അല്ലയോ, അതോ പാർട്ടിയുടെ നയപ്രകാരമുള്ളതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഞാനെന്താ പറയുക, CPM-നൊന്നും പറയാതിരിക്കുന്നത്, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല അതിനെ പറ്റിയിട്ട്. ഇപ്പം പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ വലിയൊരു ഹെഡിങ് ആയിട്ട് പത്രങ്ങളിലൊന്നും വന്നിട്ടോ ചാനലിൽ വന്നില്ല. അപ്പോൾ ഘടകകക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് പാർട്ടിക്ക് ഉള്ളിൽ ഈ ഒരു പരാജയം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ആ പാർട്ടിക്കുള്ളിൽ ചില അസ്വസ്ഥതകളുണ്ടാവും. ആ അസ്വസ്ഥതകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അതിൽ തിരുത്തൽ വേണോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചെറിയ ജനങ്ങളുടെ ഇടയിൽ ഒരു ഇമേജിന് ഒരു കോട്ടം പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന്. അത് മുസ്ലിം പ്രീണനം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റൂല. അത് മുസ്ലിം പ്രീണനമെന്ന് വെള്ളാപ്പള്ളി പറയുന്ന ചില കണക്കുകൾ അത് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി, അത് അങ്ങനെ തന്നെ തള്ളിക്കളയുകയും ചെയ്യാം. പക്ഷെ പറയുന്ന വിഷയങ്ങൾ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എറണാകുളത്ത് KJ ഷൈനെ നിർത്തി, നിങ്ങൾ മലപ്പുറത്ത് വസീഫിനെ നിർത്തി, കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനൊപ്പം നിന്നു. പക്ഷേ ആലപ്പുഴയിൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെയാണ് നിർത്തിയത്.
അതായത് മലപ്പുറത്തും കോട്ടയത്തുമൊക്കെ എടുക്കാൻ കഴിയാത്ത ഒരു തീരുമാനം എന്തുകൊണ്ട് ആലപ്പുഴയിൽ എടുത്തു? ഇതൊക്കെയാണ് വെള്ളപ്പള്ളി ചോദിക്കുന്നത്. അല്ല, തിരിച്ചൊരു മറുപടി ഉണ്ട്. അത് തോക്കണ സീറ്റുകളല്ലേ, അവിടെ ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായ? അപ്പൊ തോക്കണ സീറ്റുകളിൽ കിടക്കട്ടെ എന്നുള്ള നിലക്ക് അവിടെ നിന്ന് അതിപ്പോ അങ്ങനെയാണ്. ആ കാൻഡിഡേറ്റുകളെ പറ്റി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ. അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, വ്യക്തിപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് പല കാൻഡിഡേറ്റുകളെ പറ്റിയിട്ടൊക്കെ, അപ്പുറത്തും ഇപ്പുറത്തുള്ളട്ടെ, ഇടതുപക്ഷം മാത്രമല്ല. അപ്പൊ അതൊരു നോ ഗെയിമാണ്. അതേസമയം നമ്മൾ കൂടുതലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കരീമിനെ നിർത്തി കാലിക്കറ്റിൽ, അത് നിർത്തിയ തെറ്റില്ല. അപ്പുറത്തെ ഭാഗത്ത് വടകരയിൽ ഷാഫിനെ നിർത്തിയവർ. നമ്മളെല്ലാ കാര്യങ്ങളും മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കിയാൽ പറ്റില്ല. കരീം പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് CPM-ന്റെ. ഷാഫി പറമ്പിൽ പ്രഗത്ഭനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമാണ്. അപ്പൊ ആ നിലക്ക് അതിനെല്ലാം വർഗീയമായിട്ട് നമ്മൾ എടുത്ത് വെള്ളപ്പള്ളി നടേശൻ അന്നേരം സാമുദായിക പാർട്ടി നടത്തുന്നതിനെ കൊണ്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ അത് വർഗീയമാണെന്നുള്ളത്? പക്ഷെ അത് സത്യമല്ല. ഇതേ വെള്ളപ്പള്ളി നടേശൻ തന്നെ എല്ലാവരെ പറ്റി പറയും. നമുക്ക് അടുത്ത റൗണ്ടിലാക്കാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള, ബാക്കിയുള്ള മതങ്ങളെ പറ്റിയിട്ടും മറ്റുള്ള സംഘടനകളെ പറ്റിയിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ള കാര്യം നമുക്ക് നോക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ നോക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, 20 MP-മാരിൽ വെറും 3 പേര്, 2 ലീഗിന്റെയും 1 കോൺഗ്രസിനെയും UDF നിർത്തിയപ്പോ, അതേമാതിരി തന്നെ 3 പേരെ LDF നിർത്തിയപ്പോ ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ മുസ്ലിം സമുദായത്തിന് വേണ്ട പ്രാതിനിധ്യം കിട്ടുന്നില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ഒച്ചമ്പളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും ചാനലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇടയ്ക്ക് രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടാമല്ലോ. 50% രാഷ്ട്രീയത്തിൽ തീരുമാനിക്കും, ഒരു 50% സാമുദായികമായിട്ടുള്ള ഒരു ഇത് പ്രാതിനിധ്യം കൊടുക്കും. അത്തരത്തിൽ നമ്മൾ കൂട്ടിയേച്ചാൽ മതി.